ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ കുട്ടികളൊക്കെ മദ്രസയിൽ പോയതിന് ശേഷം കുറച്ച് സമയം ഞാനിവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും പിന്നെ നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നു. ഇനി കുറച്ച് തേങ്ങ ചിരവണം. 2-3 തേങ്ങ ചിരവിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ് കേട്ടോ. അങ്ങനെ ആയാൽ രാവിലെയൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ ചിരവണുള്ളൂ കേട്ടോ. ഇനി ഒഴിവ് കിട്ടുമ്പോൾ 2-3 ചിരവിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്നും പുട്ടാണല്ലോ എന്ന് കേട്ടോ. പുട്ടും അപ്പം അത് തന്നെ ആയിരിക്കും കേട്ടോ അധികവും. പിന്നെ വല്ലപ്പോഴൊക്കെ ദോശയോ അല്ലെങ്കിൽ ഇടിയപ്പം പത്തിരി അങ്ങനെയൊക്കെ ചുട്ടെടുക്കാറുള്ളൂ. പിന്നെ അതാ ഇനി കുറച്ച് സിങ്കിൽ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് കഴുകി വെക്കണം. നമ്മുടെ കണ്ടെയ്നറിൽ ഓരോരോ ഐറ്റംസും കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ കണ്ടെയ്നറൊക്കെ കഴുകി വെച്ചാൽ നമ്മുടെ കണ്ടെയ്നറൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ടിരുന്നോളൂ കേട്ടോ. പിന്നെ അതാ പുട്ടിലേക്ക് കടല പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് പുട്ടും കടല പുഴുങ്ങിയതും. കറി കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പുഴുങ്ങിയാൽ. പിന്നെ അതാ ചായ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പൂച്ച ഇവിടെ എപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഡോറ് തുറന്നാൽ അവൾ വരും. അവൾക്കുള്ളത് ഇട്ട് കൊടുത്താൽ പിന്നെ അവൾ പോയിക്കോളും. ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കലാണ് കേട്ടോ. അവൾ നമ്മളെ വഴി നടക്കാൻ പോലും സമ്മതിക്കില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങനെ നടക്കും. എനിക്കതെന്തൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എനിക്ക് പൂച്ചയെ തൊടാനൊന്നും അത്ര ഇഷ്ടമില്ല. പൂച്ചയെ ഇഷ്ടമാണ്, അവർക്ക് ഫുഡ് കൊടുക്കാനും ഒന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ അവരിങ്ങനെ തൊടുന്നതും അതൊന്നും വലിയൊരു ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ താ ഞാനും മുറ്റത്തേക്ക് അവൾക്കുള്ള ഫുഡ് കൊടുക്കാൻ പോവാം കേട്ടോ. പക്ഷേ എന്നെ വഴി നടക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഇതാ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ആക്കണം. ഇപ്പോൾ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും സോൾട്ടും വിനിഗറും ചേർത്തിട്ട് കുറച്ച് സമയം കൂടെ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ അതിലുള്ള അണുക്കളും ബ്ലഡൊക്കെ പോവാൻ നല്ലതാണ്. അതിന് ശേഷം സിപ്ലോ കവറിലോ ബോക്സിലൊക്കെ ആക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വെച്ചാൽ അതിൻ്റെ ഫ്രഷ്നെസ് ഒട്ടും നഷ്ടപ്പെടാതെ ഇരുന്നോളൂ. അപ്പം കുറച്ച് ഞാൻ ഇന്ന് വേണ്ടിയിട്ടുള്ളത് നിന്ന് മാറ്റി വെക്കുകയും ചെയ്യും കേട്ടോ. തലേന്നത്തെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ലഞ്ചിന് ഇന്ന് പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഡിന്നറിന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ പിന്നെ നേരെ റൂംസിലെത്തിയിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം. ഇതാ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടണം. പിന്നെ അതാ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ തലേന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിൻ്റെ മാവ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അതെടുത്തിട്ട് കുറച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണ്.
ചായയും ഉണ്ണിയപ്പമൊക്കെ കൂട്ടി കുടിച്ചു. പിന്നെ ഡിന്നറിന് ഇന്ന് കപ്സ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അറബിക് മസാല റെഡിയാക്കുകയാണ് കേട്ടോ. വീട്ടിൽ തന്നെ തയ്യാറാക്കിയാൽ മതി. നമുക്ക് കപ്സൻ്റെ മസാല ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ, ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മല്ലി, കുരുമുളക്, പെരുംജീരകം, വറ്റൽമുളക്, ഏലക്ക, ഗ്രാമ്പു അതൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ ബേ ലീഫും തക്കോലം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതാ ഒരു 3 കപ്പ് ബസ്മതി അരി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്യണം. പിന്നെ അതാ നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എല്ലാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതാ 3 സവാള തിന്നായിട്ട് കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചധികം റെഡിയാക്കിയിട്ട് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ ഇതുപോലെ ക്യൂബാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ച അറബിക് മസാലയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളകും പട്ടയും ഗ്രാമ്പും ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു 1-2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതാ ഒരു 2 തക്കാളിയും കൂടെ പേസ്റ്റാക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കനെ മാറ്റാം. ബസ്മതി റൈസ് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതാ ഒരു 1/2 ടേബിൾ സ്പൂണ് അറബിക് മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലോട്ടായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. 1-2 പച്ചമുളകും വേണമെങ്കിൽ ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് റൈസൊക്കെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കാഷ്യൂവും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കണം.
കിസ്മിസും കാഷ്യൂവും വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് 2 വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബട്ടർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ചിക്കന് നല്ലൊരു കളർ കിട്ടാൻ സഹായിക്കുന്നു. ഇതാ റൈസൊക്കെ ഒന്ന് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. റൈസൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചിക്കന് വെച്ച് കൊടുക്കുക. ഇനി കിസ്മിസും കാഷ്യൂവും കൂടെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്സ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.